ക്യാരറ്റ് വെച്ച് ഇങ്ങനൊരു സ്വീറ്റ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ? അതിനായി നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് അരച്ചു വെക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ക്യാരറ്റ് ഒന്ന് വഴട്ടിയെടുക്കണം. ക്യാരറ്റ് നെയ്യിൽ കിടന്ന് ആ കളറൊക്കെ ഒന്ന് മാറി ജലാംശമൊക്കെ ഒന്ന് പറ്റി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യിലിട്ട് ഇത് മൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ ചുറ്റുവട്ടത്തും ആളുകൾ നിറഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം പാലൊഴിച്ചു കൊടുക്കുക. പാലും ക്യാരറ്റും കൂടി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എത്ര മധുരം ആവശ്യമാണോ അത്രയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചിലവർക്ക് പഞ്ചസാര അധികം ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് അത് കുറയ്ക്കാം. ഇനി ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉരുളകളാക്കിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര റവ ആവശ്യമാണോ അത്ര റവ ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാൽ റവ പാലിൽ കിടന്ന് നന്നായിട്ട് വേവുകയും വേണം. ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് പാലും പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ച് അതിലേക്ക് 2 ഏലക്ക കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ പാല് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരല്പം കോൺഫ്ലവർ പാലിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ റവ ഇട്ടാലും മതിയാവും. ഇനി ഇതൊന്ന് നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ക്യാരറ്റ് ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരപ്രേമികൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇത് പാലിൽ കിടന്ന് ഒന്ന് തിളയ്ക്കുക കൂടി ചെയ്താൽ ഈ വിഭവം തയ്യാറായി കഴിയും. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ.